തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ കൊലപ്പെടുത്തിയ അസ്ഥികൾ സൂക്ഷിച്ച കേസിൽ മാതാപിതാക്കൾ റിമാൻഡിൽ. തെളിവെടുപ്പും ചോദ്യം ചെയ്യലും പൂർത്തിയായതോടെ കേസിൽ നിർണായകമായ ഒട്ടേറെ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. 2 കുട്ടികളുടെയും അസ്ഥികൾ നാളെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾക്കും വിധേയമാക്കും. 2 ദിവസത്തിലേറെ നീണ്ടുനിന്ന പ്രതികളുടെ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും പൂർത്തിയായി. സ്വന്തം കുട്ടികളെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നും മറ്റാരും അറിയാതെ മറവ് ചെയ്തെന്നും പ്രതികൾ കുറ്റം സമ്മതിച്ചു. പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. കുട്ടികളുടെ പിതാവ് ഭവിൻ പോലീസ് സ്റ്റേഷനിലെത്തിച്ച 2 കുട്ടികളുടെയും അസ്ഥികൂടം ഇരിങ്ങാലക്കുട RDOയുടെയും തൃശൂർ മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ KS ഉന്മേഷിന്റെ നേതൃത്വത്തിൽ പരിശോധിച്ചു. അസ്ഥികൾ നാളെ പോസ്റ്റ്മോർട്ടത്തിനും കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾക്കും വിധേയമാക്കും. കുട്ടികളെ കൊലപ്പെടുത്തിയെന്ന് പറയുമ്പോഴും കൊലപാതകം നടന്നു എന്ന ശാസ്ത്രീയ പരിശോധനകളിൽ തെളിയിക്കാനാകുമോ എന്ന സംശയം അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. സാഹചര്യ തെളിവുകളും ഡിജിറ്റൽ തെളിവുകളും CDR വിവരങ്ങളും മുഖ്യ തെളിവുകളാക്കി അന്വേഷണം തുടരാനാണ് നിലവിലെ തീരുമാനം. ശിശുക്കളുടെ ചിത്രങ്ങളും ദൃശ്യങ്ങളും സൂക്ഷിച്ച അനീഷയുടെ ഫോണും ഭവിൻ നശിപ്പിച്ച മൊബൈൽ ഫോണും കുറ്റകൃത്യം നടന്ന സമയത്തെ ഇരുവരുടെ സംഭാഷണങ്ങളും വീണ്ടെടുക്കാനും പോലീസ് ശ്രമിക്കും. ക്യാമറമാൻ സഹീർ ഗുരുവായൂരിനൊപ്പം ലെവിൻ K. വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.